ഇറാൻ 3 നിബന്ധനകൾ പാലിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഏറ്റവും ഒടുവിലായി 14, 16 പല രീതിയിലുള്ള കരാറുകളും നിബന്ധനകളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നടത്തിയിട്ടുണ്ടെങ്കിലും ഇതെവിടെയും എത്തുന്നില്ല. അടിസ്ഥാനമായിരിക്കുന്ന 3 കാര്യത്തെക്കുറിച്ചാണ് ഇനി എനിക്ക് സംസാരിക്കാനുള്ളത്. അതിൽ ഇറാനോടായിട്ട് പറയുന്ന കാര്യം എങ്ങനെയാണ്? ഒന്ന്, മൈനുകൾ നീക്കം ചെയ്യണം. ഹോർമസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് അപകടകരമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ സ്ഥാപിക്കപ്പെട്ട മൈനുകൾ അത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഭാഗങ്ങളിലാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇറാന് മാത്രമേ അറിയൂ. അത് നീക്കം ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തേത്. രണ്ടാമത്തെ, സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അത് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അമേരിക്ക നശിപ്പിക്കും, അല്ലെങ്കിൽ അറ്റോമിക് ഏജൻസിയുടെ മുഖാന്തരം അത് നശിപ്പിക്കണം. അതുമല്ലെങ്കിൽ അത് കൈമാറ്റം ചെയ്യണം. അമേരിക്കക്കല്ല മറ്റേതെങ്കിലും രാജ്യത്തിന് കൈമാറ്റം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിൻ്റെ മുൻപൊരു കൈമാറ്റം നടന്നത് റഷ്യയിലേക്കാണ്. റഷ്യ കൈമാറിയതിനു ശേഷം അതിൻ്റെ പരിധി കഴിഞ്ഞ സമയത്ത് തിരിച്ചു നൽകിയതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം, ഒരു ഇടപാടുകൾ ഇതിനു മുൻപ് നിലനിന്നിട്ടുണ്ട്. അതിന് തുടർച്ചയായിട്ടുണ്ടാകുന്നതിന് കുഴപ്പമില്ല എന്ന് സാരം. രണ്ടാമത്തത്, ഹോർമുസ് കടലിനെ സ്വതന്ത്രമാക്കണം. ഈ 3 കാര്യമാണ് പ്രാധാന്യമായ രീതിയിൽ പരിഗണിക്കേണ്ടത്, അതല്ലെങ്കിൽ അംഗീകരിക്കേണ്ടത് ഇറാൻ. അങ്ങനെ ആ സമയത്ത് യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ് എന്നുള്ളത്. ഇറാൻ അതിന് മറുപടി നൽകി. അതും രസമുള്ള കാര്യം തന്നെയാണ്. 3 നിർദ്ദേശങ്ങൾ തന്നെയാണ് മറുപടി നൽകിയത്. അതിലൊന്ന്, 12 മില്യൺ നഷ്ടപരിഹാരം വേണം. തങ്ങളുടെ രാജ്യം ആക്രമിച്ചതിന് 12 ബില്യൺ ഡോളർ നഷ്ടപരിഹാരം നൽകണം. ഇനി അങ്ങനെ നൽകാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് തയ്യാറില്ലെങ്കിൽ ഹോർമുസിൽ ടോൾ പിരിക്കാനുള്ള അന്താരാഷ്ട്ര അനുമതി നൽകണം. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യണം? ടോൾ പിരിക്കാൻ വേണ്ടിയിട്ട് അനുമതി നൽകണം. ഇതാണ് അതിൽ രണ്ടാമത്തെ കാര്യം പറയുന്നത്. ഇതിൽ ആദ്യത്തെ കാര്യം പറഞ്ഞത് ഇതാണ്. രണ്ടാമത്തത്, ഹോർമുസ് ഇറാൻ്റേതാണ് എന്ന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം വേണം. ഹോർമുസ് നമ്മുടേതാണ് എന്ന് അംഗീകരിക്കണം. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ, യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വിഷയമില്ലായിരുന്നു. അതൊരു സ്വതന്ത്ര പാതയായിട്ട് നിലനിന്നാണ് യുദ്ധം തുടങ്ങിയതോട് കൂടിയിട്ട് മറ്റൊരു ഗതിയും ഇല്ലാത്തൊരവസ്ഥ വന്ന സമയത്താണ് ഹോർമുസിനെ യഥാർത്ഥത്തിൽ എന്താക്കുന്നത്, ഇതിൽ കച്ചി ചേർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. അതാണ് അവർ പറഞ്ഞതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം. മൂന്നാമത് പറഞ്ഞത്, പൂർണ്ണമായിരിക്കുന്ന ഉപരോധം പിൻവലിക്കണം. ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായിരിക്കുന്ന ഉപരോധം പിൻവലിക്കണം. അത് ഉപരോധം പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല, സാമ്പത്തിക ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകളുടെ പഴക്കം യഥാർത്ഥത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലുണ്ട്. അത് കംപ്ലീറ്റ് പിൻവലിക്കണം. 3 നിർദ്ദേശങ്ങൾക്ക് 3 നിർദ്ദേശം മറുപടി. അങ്ങനെ ആവുന്ന സമയത്ത് ഈ പ്രധാനപ്പെട്ട 3 നിർദ്ദേശം തന്നെയാണ് ഇതിന് മുൻപ് പറഞ്ഞത്, അതിനുശേഷം പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്, അത് തന്നെയാണ്. അതിൽ ഒരുപാട് നിബന്ധനകളും നിർദ്ദേശ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് മാത്രം. അമേരിക്കയും ഇറാനും തമ്മിൽ യാതൊരു തരത്തിലുള്ള കരാറിലും എത്തിയിട്ടില്ല എന്ന് ഇറാൻ പറയുന്നു. കാര്യം ഇതിന് മുൻപ് പറഞ്ഞിരുന്നു കരാർ വ്യവസ്ഥയിലൊക്കെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ. കാര്യം ഇറാൻ്റെ കാര്യങ്ങളും പല ഘട്ടങ്ങളിലും പറയുന്ന ആരാണ്? അമേരിക്കയാണ്. അതിനോടനുബന്ധിച്ചാണ് ഇറാൻ പറഞ്ഞ് എത്തിയിട്ടില്ല. ഇറാൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താതെ ഹോർമുസിൽ ഒരു കപ്പലും കടത്തിവിടുകയില്ല. ആവർത്തിച്ചുകൊണ്ട് ഇറാൻ പറഞ്ഞു. ഈ ഹോർമുസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ദേശത്തിൻ്റെ ഭാഗമാണ്. അതിലൂടെ ഒരു കപ്പൽ കടന്നു പോകണമെങ്കിൽ ആദ്യം ഇറാനുമായിട്ട് ബന്ധപ്പെട്ട സുരക്ഷ ഉറപ്പുവരുത്തണമെന്നുള്ളതാണ്. ശത്രുവിനെ കണ്ട് ആയുധം നിർമ്മിക്കുന്ന രാജ്യമാണ് ഇറാൻ. യുദ്ധം 90 ദിവസം കഴിഞ്ഞു. ഇവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, അമേരിക്ക യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ 100% പരാജയപ്പെട്ടിരിക്കുന്നു. വിജയിച്ചിട്ടുണ്ട് എന്ന് ലോകത്തിന് മുമ്പിൽ വരുത്തി തീർക്കുന്ന പ്രവർത്തനമാണ് ചെയ്തത്. ഞങ്ങൾ അതിന് ഉത്തരവാദിയൊന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക, ഇസ്രായേൽ എന്ന് പറയുന്ന ശത്രു രാജ്യത്തെ കണ്ടുകൊണ്ടാണ് ആയുധങ്ങൾ നിർമ്മിച്ചത്. അതിന് സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കിയതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ ഇത് ഇങ്ങനെ പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം, ഈ 3 നിബന്ധനയിലേക്ക് ഒതുങ്ങാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം, അതിൽ പറയുന്ന കാര്യം ഇതാണ്. അമേരിക്കയുടെ ഇൻ്റലിജൻസ് പുതിയ റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി പറയുന്നു. ആ കാര്യം ഇതാണ്. ഇറാൻ്റെ കൈവശത്തുള്ള ആയുധങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ്. ബാലിസ്റ്റിക് മിസൈലിൻ്റെ വകഭേദങ്ങൾ നിലവിൽ ഇറാൻ്റെ കൈവശത്തിലുണ്ട്. ഭൂഗർഭ മിസൈലിൻ്റെ ശേഖരങ്ങളുണ്ട്. ഡ്രോൺ സ്വാം സാങ്കേതിക വിദ്യ അവരുടെ കൈവശത്തിലുണ്ട്. സ്വാം സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ ഒരേ സമയം 100 കണക്കിന് ഡ്രോണുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ആക്രമിക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ.
ഇലക്ട്രോണിക് യുദ്ധ സംവിധാനം അവരുടെ കയ്യിലുണ്ട്. അതായത് റഡാറിനെ പോലും വെട്ടിച്ചുകൊണ്ട് മുന്നേറാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലുള്ള സംവിധാനം. അടുത്തത് ക്രൂയിസ് മിസൈൽ കൈവശത്തിലുണ്ട്, ഹൈപ്പർസോണിക് മിസൈൽ കൈവശത്തിലുണ്ട്. ഇതെല്ലാം പല ഘട്ടങ്ങളിലും അവർ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും ബാലിസ്റ്റിക് മിസൈലിൻ്റെ വകഭേദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ ഞെട്ടിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ അവർ ഉപയോഗിക്കുന്ന ആയുധത്തിനപ്പുറം അവർ ഉപയോഗിക്കാത്തതും എന്നാൽ വളരെ ശക്തിയുള്ളതും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പാകത്തിലുള്ള സംവിധാനത്തോടു കൂടി നിർമ്മിക്കപ്പെട്ടതുമായിരിക്കുന്ന അതിൻ്റെ ശേഖരം യഥാർത്ഥത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഏതെങ്കിലും തരത്തിൽ ഇനിയൊരു യുദ്ധം ഇല്ലാത്ത സാഹചര്യം, ഇതിനിടയിൽ തന്നെ മധ്യസ്ഥ വിഷയങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ തന്നെ 2-ലധികം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ 2 ആക്രമണത്തിലും വലിയ രീതിയിലുള്ള പരാജയം ഉണ്ടായത് അമേരിക്കയ്ക്ക് തന്നെയാണ്. വലിയ മുന്നേറാനൊന്നും അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് ചുരുക്കം. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ യുദ്ധം അവസാനിച്ചിട്ടില്ലേ അതിൻ്റേതായിരിക്കുന്ന ഭവിഷ്യത്തുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന രാജ്യമായിട്ട് അമേരിക്ക മാറും. ഇപ്പോൾ തന്നെ അമേരിക്കക്കകത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഈ പ്രതിഷേധം എന്ന് പറയുന്നത് രാജ്യത്തിന് വലിയ രീതിയിൽ സാമ്പത്തിക തകർച്ച ഉണ്ടാകുന്നു, ബാധ്യതകൾ ഉണ്ടാകുന്നു, ഒരു തരത്തിലും യുദ്ധത്തിൽ വിജയം നേടും എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ദയനീയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ സാഹചര്യങ്ങളും ഈ അവസ്ഥകളും എന്ത് ചെയ്യണം, മാറണമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കണം. അപ്പോൾ ലളിതവൽക്കരിച്ചുകൊണ്ട് 3 നിർദ്ദേശമായിട്ട് മുന്നോട്ട് വെച്ചതാണ്. എന്നാൽ അമേരിക്ക നിർദ്ദേശങ്ങൾ ആദ്യം പാലിക്കുന്ന ഘട്ടങ്ങൾ വന്നാൽ മാത്രമേ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തങ്ങൾ ആലോചിക്കൂ എന്നൊരു മറുപടി ഇറാൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നുണ്ട്. അതല്ലാത്ത രീതിയിൽ കുറേ നിർദ്ദേശങ്ങൾ വെക്കുന്നു, കുറേ ചർച്ച ചെയ്യുന്നു, ആ ചർച്ചയ്ക്ക് മാറ്റി വെച്ച് അടുത്ത ചർച്ചയ്ക്ക് വേണ്ടി ദിവസം തീരുമാനിക്കുന്നു, അപ്പോൾ അമേരിക്ക വീണ്ടും ആക്രമിക്കുന്നു, പിന്നെ അതിന് പ്രതിരോധം ഉണ്ടാക്കുന്നു. ഈ ഒരു പ്രവൃത്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാത്തൊരു പ്രവർത്തനമാണ് നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക നടത്തുന്നത്. അതിനൊന്നും ഇനി അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് ഒറ്റ കാര്യം മാത്രമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, മര്യാദ പാലിക്കേണ്ടതും കരാർ വ്യവസ്ഥ പാലിക്കേണ്ടതും ആദ്യഘട്ടത്തിൽ തന്നെ അമേരിക്കയാണ്. അത് പാലിക്കുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ തുടർച്ചയായുള്ള കാര്യങ്ങൾ ഉണ്ടാകൂ എന്ന് ചുരുക്കം.